നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മാത്യു കുഴൽനാടൻ MLA വിജിലൻസിന് മുന്നിൽ മൊഴി നൽകി. ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ. മാത്യുവിന്റെ ഭൂമിയിൽ നിലവിലുള്ള സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ റവന്യൂ വകുപ്പിന് വിജിലൻസ് ശുപാർശ നൽകും. കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ആശുപത്രിയിലാക്കിയ വയോധിക മരിച്ചു. ആരുടെയും കനിവിന് കാത്തുനിൽക്കാതെ മരണത്തിന് കീഴടങ്ങിയത് അട്ടപ്പള്ളം സ്വദേശി അന്നക്കുട്ടി മാത്യു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അന്നക്കുട്ടി. കട്ടപ്പനയിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും വെങ്കല പ്രതിമകൾ ഉൾക്കൊള്ളുന്ന സ്മൃതി മണ്ഡപ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം വിട്ടുനിന്നതായി ആക്ഷേപം. പരിപാടി ബഹിഷ്കരിച്ചത് മഹാന്മാരോടുള്ള അനാദരവാണെന്നും നേതാക്കൾ. പെരുമഴയിൽ തകർന്ന നടപ്പാലത്തിന് മുകളിലൂടെ സാഹസിക യാത്ര നടത്തിയ ഒരു പറ്റം വിദ്യാർത്ഥികൾ. ദുരിതയാത്ര നടത്തുന്നത് രാജകുമാരി കുളപ്പാറച്ചാൽ തേവർകാട്ടുപടി ഭാഗത്തുള്ള വിദ്യാർത്ഥികൾ. പന്നിയാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലം ഒലിച്ചുപോയത് കഴിഞ്ഞ നവംബറിലെ മലവെള്ളപ്പാച്ചിലിൽ. വിശദമായ വാർത്തകൾ. ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മാത്യു കുഴൽനാടൻ MLA വിജിലൻസിന് മുന്നിൽ മൊഴി നൽകി. ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. എന്നാൽ മാത്യുവിന്റെ ഭൂമിയിൽ നിലവിലുള്ള സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ റവന്യൂ വകുപ്പിന് വിജിലൻസ് ശുപാർശ നൽകും. 50 സെന്റ് സ്ഥലം സർക്കാർ ഭൂമിയാണെന്ന് വിജിലൻസ് പറയുന്നു. മാത്യു കുഴൽനാടൻ സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറി മതിൽ നിർമ്മിച്ചതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഭൂമി രജിസ്ട്രേഷനിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം രജിസ്ട്രേഷൻ സമയത്ത് മറച്ചുവെച്ചു. 2008 മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലം പോക്കുവരവ് ചെയ്തതിലും ക്രമക്കേടുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി. എന്നാൽ മിച്ചഭൂമിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ കുഴൽനാടന് പങ്കുണ്ടെന്നതിൽ തെളിവില്ല. മിച്ചഭൂമിയായ 50 സെന്റ് തിരികെ പിടിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാനാണ് വിജിലൻസിന്റെ നീക്കം. എന്നാൽ ഭൂമി അളന്നു നോക്കാതെയാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. അധിക ഭൂമി ഉണ്ടെന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല. ഒരു കെട്ടിടത്തിന്റെ മൂല്യം കണക്കാക്കാതിരുന്നത് കെട്ടിട നമ്പർ ഇല്ലാത്തതിനാലാണ്. രജിസ്ട്രേഷൻ സമയത്ത് ഈ കെട്ടിടം കാണിക്കാതിരുന്നത് ഇത് കാരണമാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. 2016 മുതൽ 21 വരെ, അതായത് തെരഞ്ഞെടുപ്പ് അഫിഡേവിറ്റിൽ 5 വർഷം മുമ്പ്, അത് നമ്മൾ മത്സരിക്കുന്നതിനുള്ള 5 വർഷം മുമ്പുള്ള നമ്മുടെ നികുതി അല്ലെങ്കിൽ ആദായത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ള വരുമാനം ഇത്രയാണ്, എന്നാൽ മാത്യു ആർജിച്ചിട്ടുള്ള സ്വത്തുക്കളുടെ വലിപ്പം ഇത്രയാണ് എന്ന് പറഞ്ഞാണ് പരാതി. അപ്പോൾ 2000 മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്തതും ഞാൻ 2007 മുതൽ നികുതി കൊടുക്കുന്നതും എനിക്ക് എൻ്റെ കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളതും ഭാര്യയ്ക്ക് കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളതും ഭാര്യയുടെ കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലത്തെ വരുമാനം, ഇതൊക്കെ ചേർത്തിട്ടാണ് മൊത്തമുള്ള വരുമാനം എന്ന് പറയുന്നത്. അത് പക്ഷേ ഇവർ പരാതി പറഞ്ഞിരിക്കുന്ന ഈ 5 വർഷത്തെ വരുമാനം കൊണ്ട് മാത്രം ഞാൻ ഇത്രയും സമ്പാദിച്ചു. അപ്പോൾ ആ പരാതിയിലെ ഗൗരവം അവർക്ക് തോന്നാത്തതുകൊണ്ടായിരിക്കും അവരത് സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടായില്ല. ഇങ്ങനെയൊരു പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാണ്ട് അങ്ങനൊരു ഒബ്സർവേഷൻ മാത്രം എന്നോട് ഞാൻ പറഞ്ഞ ഒബ്സർവേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ഈ ചിന്നക്കനാലിലെ ഭൂമി പണ്ട് മിച്ചഭൂമി കേസിൽ പെട്ടതാണ് ഒരു കുടുംബം ചോദിച്ചിരുന്നു. അതായത് ഇത് മിച്ചഭൂമി കേസിൽ പെട്ട ഭൂമിയാണ് എന്നറിഞ്ഞുകൊണ്ടാണോ താങ്കൾ ഇതിൽ ഇടപെട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അറിവ്, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എനിക്ക് ആധാരം ചെയ്തു തന്നവർ സ്വാഭാവികമായിട്ടും ആധാരത്തിൻ്റെ ഭാഗമായി ഇത് മിച്ചഭൂമിയിലോ ഇത് സർക്കാരിൻ്റെ കേസുകളിലോ അല്ലെങ്കിൽ SCST വിഭാഗത്തിൽ നൽകിയ ഭൂമിയോ അങ്ങനെയുള്ള മറ്റ് എന്തെങ്കിലും നിയമ തടസ്സങ്ങളുള്ള ഭൂമിയല്ല എന്നുള്ള അണ്ടർടേക്കിങ്ങോടുകൂടിയാണ് ആധാരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ആ ഉത്തമ വിശ്വാസത്തിലാണ് ആധാരം ചെയ്തതെന്ന് പറയുന്നത്. ഇല്ല, ആ ഭൂമിക്ക് അന്ന് കരടച്ച രസീതും ബാക്കി എല്ലാ അനുബന്ധ രേഖകളും ലൈവായിട്ടുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയത്. ഇന്നും ഞങ്ങൾ കരടക്കുന്നുണ്ട്. ഇന്നും ആ ഭൂമിയെ സംബന്ധിച്ച് മറ്റ് ആക്ഷേപങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് അത് ബോധ്യപ്പെടുകയും നോർമലി ബയർ ബിവെയർ എന്ന് പറയുമ്പോൾ ഒരു ഭൂമി വാങ്ങാനായി ചെല്ലുന്നയാൾ പരിശോധിക്കേണ്ടതും നോക്കേണ്ടതുമായ എല്ലാ റെക്കോർഡുകളും ഇൻപ്രോപ്പർ ആയിരുന്നതുകൊണ്ടാണ് ആ ഭൂമി വാങ്ങിയത്. തൊടുപുഴ മുട്ടത്തുള്ള ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് വിജിലൻസ് മാത്യു കുഴൽനാടന്റെ മൊഴി രേഖപ്പെടുത്തിയത്.
തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിലും പ്രമാണത്തിലും നൽകിയിരിക്കുന്ന തുകയിലെ വ്യത്യാസം സംബന്ധിച്ച വിവരങ്ങളാണ് വിജിലൻസ് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. ഏതെങ്കിലും രീതിയിൽ പുറമ്പോക്ക് ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന വിവരങ്ങളും വിജിലൻസ് തേടിയിരുന്നു. 1,92,00,000 രൂപ ആധാരത്തിൽ കാണിച്ച വസ്തുവിന് നാമനിർദ്ദേശത്തിനൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ മാത്യുവിന്റെ ഷെയറായി 3.5 കോടി രൂപയാണ് കാണിച്ചിരിക്കുന്നതെന്നും 7 കോടി മതിപ്പ് വിലയുണ്ടായിട്ടും സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും അടയ്ക്കാതെ ഖജനാവിന് നഷ്ടം വരുത്തിയെന്നുമുള്ള പരാതിയിലാണ് പ്രാഥമിക മൊഴിയെടുക്കൽ നടന്നത്. കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ആശുപത്രിയിലാക്കിയ വയോധിക മരിച്ചു. അട്ടപ്പള്ളം സ്വദേശി അന്നക്കുട്ടി മാത്യുവാണ് ആരുടെയും കനിവിന് കാത്തുനിൽക്കാതെ മരണത്തിന് കീഴടങ്ങിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അന്നക്കുട്ടി. കുമളിയിൽ വാടക വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന വയോധികയെ മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് പോലീസ് എത്തിയാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലാക്കിയത്. കുമളി CI ജോബിൻ ആന്റണിയും സംഘവുമാണ് അന്നക്കുട്ടിക്ക് സഹായവുമായി എത്തിയത്. കുമളിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന അന്നക്കുട്ടി കഴിഞ്ഞ ദിവസം വീണ് വലത് കൈ ഒടിഞ്ഞിരുന്നു. ശാരീരികമായ മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ നാട്ടുകാരും പഞ്ചായത്തംഗവും അറിയിച്ചതനുസരിച്ച് പോലീസ് അന്നക്കുട്ടിയുടെ വീട്ടിലെത്തി. ഭക്ഷണവും മരുന്നുമില്ലാതെ അവശനിലയിലായിരുന്ന അന്നക്കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഭർത്താവ് മരിച്ച അന്നക്കുട്ടിക്ക് ഒരു മകനും മകളുമുണ്ട്. ഇരുവരും വിവാഹം കഴിച്ച് കുമളിയിൽ തന്നെയാണ് താമസം. മകന്റെ സംരക്ഷണത്തിലാണ് അമ്മ കഴിഞ്ഞിരുന്നത്. സ്വത്ത് വിറ്റുകിട്ടിയ പണം കൈക്കലാക്കിയ മക്കൾ വാടക വീടെടുത്ത് അന്നക്കുട്ടിയെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. മകൾ മാസം തോറും നൽകിയിരുന്ന ചെറിയ തുക ഉപയോഗിച്ചാണ് 1 വർഷത്തോളമായി അന്നക്കുട്ടി കഴിഞ്ഞിരുന്നത്. പോലീസ് അറിയിച്ചതനുസരിച്ച് ആശുപത്രിയിലെത്തിയ ബാങ്ക് ജീവനക്കാരനായ മകൻ വീട്ടിലെ നായയെ നോക്കാനാണില്ലെന്ന് പറഞ്ഞ് സ്ഥലം വിടുകയായിരുന്നു. അന്നക്കുട്ടിയെ പരിചരിക്കാനായി വനിതാ പോലീസിനെ ഉൾപ്പെടെ നിയോഗിച്ചിരുന്നു. ഗുരുതരാവസ്ഥയിലായതിനാൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും തുടർന്ന് സ്ഥിതി വഷളായതോടെ ഇവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ചികിത്സയിലിരിക്കെ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അന്നക്കുട്ടി ആരുടെയും കാരുണ്യത്തിന് കാത്തുനിൽക്കാതെ മരണത്തിന് കീഴടങ്ങിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുമളി പോലീസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുമെന്ന് കുമളി SHO ജോബിൻ ആന്റണി അറിയിച്ചു. കട്ടപ്പനയിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും വെങ്കല പ്രതിമകൾ ഉൾക്കൊള്ളുന്ന സ്മൃതി മണ്ഡപ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം വിട്ടുനിന്നതായി ആക്ഷേപം. പരിപാടി ബഹിഷ്കരിച്ചത് മഹാന്മാരോടുള്ള അനാദരവാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് A വിഭാഗത്തിലെ 10ഓളം പേരാണ് പരിപാടിയിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്. രാജിവെക്കാൻ വൈകിയ I വിഭാഗം ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു A ഗ്രൂപ്പിന്റെ ബഹിഷ്കരണമെന്നാണ് വിവരം. ജില്ലയിലെ ദളിത് വിഭാഗത്തിന്റെ നിരന്തര ആവശ്യമായിരുന്ന ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെയും നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെയും വെങ്കല പ്രതിമകൾ ഉൾക്കൊള്ളുന്ന സ്മൃതി മണ്ഡപ ഉദ്ഘാടന ചടങ്ങിലും ഇവരുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. ദളിത് വിഭാഗം പ്രവർത്തകർ ഈ കാര്യം തുറന്നു പറയുകയും പ്രതിഷേധം ഉയർത്തുകയും ചെയ്തതായി കൗൺസിലർ ബിനു കേശവൻ പറയുന്നു. ഡോക്ടർ BR അംബേദ്കറുടെയും നവോത്ഥാന നായകൻ അയ്യങ്കാളി യജമാനൻ്റെയും പ്രതിമകൾ സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈയെടുത്തതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അതിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരായ ഏതാനും ചില കൗൺസിലർമാർ വിട്ടുനിന്നതിൽ ഞങ്ങൾക്ക് മാനസികമായി തന്നെ വിഷമമുണ്ട്. കാരണം UDF നടത്തിയൊരു പരിപാടി, UDF ഭരണസഭ നടത്തിയൊരു പരിപാടിയിൽ LDF പൂർണ്ണ കൗൺസിലർമാരും നേതാക്കന്മാരും പങ്കെടുക്കുകയും UDF ഏതാനും ചില കൗൺസിലർമാർ വിട്ടുനിന്നത് എന്തുകൊണ്ട് എന്ന് ഞങ്ങൾക്കറിയത്തില്ല. പരിപാടി ബഹിഷ്കരിച്ചത് മഹാന്മാരോടുള്ള അനാദരവാണെന്ന് ദളിത് നേതാവും നഗരസഭാ കൗൺസിലറുമായ പ്രശാന്ത് രാജു പറഞ്ഞു. ഭരണഘടനയെ തൊട്ട് അധികാരത്തിൽ വന്ന ആളുകൾ ആ ഭരണഘടനാ ശില്പിയെ മാനിക്കാനുള്ള നിലപാടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ ലോകമെമ്പാടും ആദരിക്കുന്ന, രാജ്യമെമ്പാടും ആദരിക്കുന്ന ഈ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ജനപ്രതികൾ ഈ 2 മഹാരഥന്മാരോട് കാണിച്ച നീതികേട്, ഈ നീതി നിഷേധം, അവരോട് കാണിച്ച ഈ അവഗണന, ആ അവഗണനയിൽ ശക്തമായ പ്രതിഷേധം അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി രേഖപ്പെടുത്തുകയാണ്. കട്ടപ്പന പഞ്ചായത്തായിരുന്ന കാലത്ത് 14 വർഷം മുൻപ് ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെയും നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെയും ഛായാചിത്രം പഞ്ചായത്ത് ഭൂമിയിൽ നിന്ന് പിഴുതെടുത്ത മാലിന്യവണ്ടിയിൽ നീക്കം ചെയ്തതിന് പകരമായാണ് ഇരുവരുടെയും വെങ്കല പ്രതിമകൾ നഗരസഭയുടെ ഹൃദയഭാഗത്ത് കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചത്. പെരുമഴയിൽ തകർന്ന നടപ്പാലത്തിന് മുകളിലൂടെ സാഹസിക യാത്ര നടത്തുകയാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾ. രാജകുമാരി, കുളപ്പാറച്ചാൽ, തേവർകാട്ടുപടി ഭാഗത്തുള്ള വിദ്യാർത്ഥികളാണ് ദുരിതയാത്ര നടത്തുന്നത്. പന്നിയാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലം കഴിഞ്ഞ നവംബറിലെ മലവെള്ളപ്പാച്ചിലാണ് ഒലിച്ചുപോയത്. രാജകുമാരി, സേനാപതി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നടപ്പാലം പ്രളയത്തിൽ ഒലിച്ചുപോയതോടെയാണ്
വിദ്യാർത്ഥികളും പ്രദേശവാസികളും ദുരിതത്തിലായത്. കുളപ്പാറച്ചാൽ തേവർകാട്ടുപടി ഭാഗത്തുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് സേനാപതി സ്കൂളിലേക്ക് എത്തിയിരുന്നത്. കഴിഞ്ഞ നവംബർ 5-ാം തീയതി പേത്തൊട്ടിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മലവെള്ളം ഒഴുകിയെത്തിയാണ് പാലം തകർന്നത്. പാലത്തിന്റെ 3 തൂണുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. പന്നിയാർ പുഴയിൽ വീണുകിടക്കുന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നത്. പുഴയിൽ വെള്ളമുയർന്നാൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം. പിന്നെ രാവിലെയൊക്കെ സ്കൂളിൽ പോയിട്ടിരുന്ന പാലത്തിൽ കൂടെ ആയിരുന്നു. ഒരു 8:30 ആകുമ്പോൾ പോയായിരുന്നു. ഇപ്പം ഒരു 9 മണി 9:30 ആകുമ്പോൾ ബസ്സിന് കറങ്ങി 27 കിലോമീറ്റർ ഒക്കെ കറങ്ങി പോകേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ രാവിലെയൊക്കെ സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് നേരത്തെ പോകണമായിരുന്നു. ഒരു 15 മിനിറ്റ് ഒക്കെ മതിയായിരുന്നു അപ്പുറച്ചല്ല തൊട്ടപ്പുറച്ചായിരുന്നു മതി സ്കൂള്. അപ്പോൾ ഇപ്പോഴൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. പാലം പോയ കൂടെ തന്നെ ഇടയ്ക്ക് വെള്ളം കയറുമ്പോൾ പാലം മുങ്ങും, പിന്നെ പോകാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ബസ് കയറി തന്നെ പോകണം. പിന്നെ ഇടയ്ക്ക് കുഴപ്പമില്ല, എന്നാലും അവിടെ സൈഡിൽ കൂടെ കാണി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കാണി ഉള്ളതുകൊണ്ട് കാലെ കുത്തി കയറും എന്നുള്ള പേടിയുണ്ടായിരുന്നു. നല്ല കുത്തിയായിരുന്നു. കാലെ കുത്തി കയറിയിട്ട് ആശുപത്രി പോയി ടീറ്റൊക്കെ എടുത്ത് സ്കൂളിൽ പോയത് കാര്യം പറയും. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി നാട്ടുകാർ ആശ്രയിക്കുന്ന പാലമാണിത്. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോകേണ്ട സ്ഥലത്താണ് ഈ 10 കിലോമീറ്റർ മുകളിൽ ചുറ്റി സഞ്ചരിച്ച് പോകേണ്ടത്. പിള്ളേർ രാവിലെ തന്നെ ഒരുക്കി വിടേണ്ടി വരും. വയ്യാത്ത വിദ്യാർത്ഥികൾ അവരുടെ കാരണന്മാർ വളരെയധികം ത്യാഗപൂർണമായ രീതിയിൽ പാലത്തിനെ കടത്തി അക്കരെ സ്കൂളിൽ കടത്തി വിടുന്നു. തിരിച്ചു വരുന്ന സമയത്തും അവർ കാത്തിരുന്ന് വേണം ഈ പിള്ളേരെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഡാം തുറന്നു വിടുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ ബസ്സിനെ തന്നെ ആശ്രയിക്കുക. ഇത്രയും ഭീമമായ ഒരു തുക മാസം ബസ് ഫീസും കൊടുത്ത് വേണം. ഈ വളരെ പാവപ്പെട്ട വിദ്യാർത്ഥികളൊക്കെയും സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇത്രയും പൈസ കൊടുത്തു വേണം ഈ സ്കൂൾ ബസ്സിൽ കയറ്റി വിടുവാനായിട്ട്. കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യത്തിൽ അടിയന്തരമായി പാലം പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസ് എ വിഭാഗത്തിലെ ബീന ടോമി അടുത്ത ചെയർപേഴ്സണാകാൻ സാധ്യത. നിലവിലുണ്ടായിരുന്ന ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ രാജിവെച്ച സാഹചര്യത്തിലാണ് ബീന ടോമിക്ക് സാധ്യത തെളിഞ്ഞത്. കട്ടപ്പന നഗരസഭയിലെ 34 അംഗ കൗൺസിലിൽ UDF-ന് 23 പേരും LDF-ന് 9-ഉം BJP-ക്ക് 2-ഉം എന്നിങ്ങനെയാണ് അംഗബലം. UDF ധാരണപ്രകാരം ഭരണസമിതിയുടെ ആദ്യ 3 വർഷം കോൺഗ്രസ് I വിഭാഗത്തിനും അവസാന 2 വർഷം A വിഭാഗത്തിനുമാണ് ചെയർപേഴ്സൺ സ്ഥാനം നീക്കിവച്ചിരിക്കുന്നത്. ഈ ധാരണയനുസരിച്ച് ആദ്യ 1.5 വർഷം ബീന ജോബിയും പിന്നീടുള്ള 1.5 വർഷം ഷൈനി സണ്ണി ചെറിയാനും ചെയർപേഴ്സൺമാരായി. കാലാവധി പൂർത്തിയായതോടെ ഷൈനി സണ്ണി ചെറിയാൻ കഴിഞ്ഞ ദിവസം രാജിവെച്ചു. ഇനിയുള്ള അടുത്ത 2 വർഷം A ഗ്രൂപ്പിനാണ് ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കേണ്ടത്. 34 അംഗ കൗൺസിലിൽ 23 അംഗങ്ങൾ UDF-ന് ഒപ്പമുള്ളതിനാൽ A ഗ്രൂപ്പിലെ ബീന ടോമി ചെയർപേഴ്സണാകാനാണ് സാധ്യത. മറ്റ് അട്ടിമറികൾക്കൊന്നും നിലവിൽ സാധ്യതയില്ല. വണ്ടിപ്പെരിയാർ ചുരക്കുളത്ത് കൊല്ലപ്പെട്ട ബാലികയുടെ പിതാവിനെയും കുടുംബത്തെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ അടക്കമുള്ള ജില്ലാ ഭാരവാഹികൾ സന്ദർശിച്ചു. കുറ്റാരോപിതന്റെ ബന്ധുവിന്റെ ഭാഗത്തു നിന്നും പെൺകുട്ടിയുടെ പിതാവിന് നേരെ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ കുടുംബത്തിന് ആവശ്യമായ സുരക്ഷ ഒരുക്കുവാൻ സർക്കാർ തയ്യാറാവണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായും കുടുംബത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ കുടുംബത്തിനാവശ്യമായ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യവും കണക്കിലെടുത്താണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ കുടുംബത്തെ സന്ദർശിച്ചത്. കുമളിയിലെ വ്യാപാരി കൂടിയായ പെൺകുട്ടിയുടെ പിതാവിനെ കഴിഞ്ഞ ദിവസമാണ് വണ്ടിപ്പെരിയാറിൽ വെച്ച കേസിൽ വിട്ടയക്കപ്പെട്ട പ്രതിയുടെ ബന്ധു കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കൊലപാതക കേസിൽ യുവാവിനെ കോടതി വെറുതെ വിട്ടതോടെ പെൺകുട്ടിയുടെ പിതാവിനും ബന്ധുക്കൾക്കും നിരന്തരം ഭീഷണി നേരിടേണ്ടി വന്നിരുന്നതായി പരാതി ഉയർന്നിരുന്നു. കുടുംബത്തിന് ആവശ്യമായ സുരക്ഷ ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും നിലവിലുള്ള പ്രോസിക്യൂട്ടറെ മാറ്റിക്കൊണ്ട് സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രോസിക്യൂട്ടറെ സർക്കാർ നിയമിക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ആവശ്യപ്പെട്ടു. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണന് നീതി ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, നീതി എന്ന് പറയുന്നത് പൗരന്റെ മൗലിക അവകാശമാണ്. ആ നീതി ലഭ്യമാക്കാൻ ഭരിക്കുന്ന ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം. കേസ് കൂടുതൽ കാര്യക്ഷമമായി അന്വേഷിച്ച കുറ്റവാളിക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റിനൊപ്പം വൈസ് പ്രസിഡന്റ് ഷിബു എം തോമസ്, കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജു കാരിമുട്ടം, വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ്, PN രാജു, സനു പുതുപ്പറമ്പിൽ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. കാഞ്ചാർ നെരിയൻപാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ 69ാമത് സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ഇടുക്കി ജില്ലയിലെ ആദ്യകാല സ്കൂളുകളിലൊന്നായ നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂൾ സപ്തതിയുടെ നിറവിലാണ്. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് സപ്തതിയോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്കൂളിന്റെ 69ാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകാലം ഒരു ചെറിയ കാലഘട്ടമല്ല. ജീവിത സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്ന സന്ദർഭത്തിൽ പോലും പഠിക്കാനായിട്ടുള്ള ഒരവസരം അക്കാലഘട്ടത്തിൽ തന്നെ പ്രാരംഭം കുറിച്ച് അതിൻ്റെ പ്രൗഢി നിലനിർത്തി തന്നെയാണ് ഈ സ്കൂൾ മുന്നേറുന്നത്. അതുകൊണ്ട് പല അംഗീകാരങ്ങളും ഈ സ്കൂളിൽ നേടിയെടുക്കാൻ കഴിയും. ആ അംഗീകാരങ്ങളെല്ലാം കുട്ടികൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനും പാഠ്യരംഗത്തും പാഠ്യേതര രംഗത്തും മികവ് പുലർത്താനും സാധിച്ചിട്ടുണ്ടെന്നുള്ളത്. സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. PG ദിവാകരൻ നായരുടെ പേരിൽ ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റിന്റെ ഉദ്ഘാടനം കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി സ്കൂളിലെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ അനുമോദിക്കുകയും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കായികാധ്യാപകൻ സുരേഷ് ബാബുവിന് യാത്രയയപ്പും നൽകി. സ്കൂൾ മാനേജ്മെന്റ് ഈ വർഷത്തെ ബെസ്റ്റ് ബോയായി മെമ്മോറിയലായിട്ടാണ് ഈ അവാർഡ്. ബിന്ദു N, ബിനു CP, അൻസമ്മ ചാക്കോ, അനു PS, എൽദോ, രഞ്ജിത്ത് ജേക്കബ്, ജിഷ MG, PS പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. വണ്ടൻമേട് ആമയാർ MES ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും SPC പാസിംഗ് ഔട്ട് പരേഡും നടന്നു. ഇടുക്കി എംപി ഡോക്ടർ ഡീൻ കുര്യാക്കോസ് കേഡറ്റുകളിൽ നിന്നും സല്യൂട്ട് സ്വീകരിച്ചു. സ്റ്റുഡൻസ് പോലീസ് പദ്ധതിയുടെ 2022-24 ബാച്ചിലെ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ MP ഡീൻ കുര്യാക്കോസ് അഭിവാദ്യം സ്വീകരിച്ചു. നമ്മുടെ കുട്ടികൾക്ക് SPC ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് അവരുടെ അച്ചടക്കവും അവരുടെ കൃത്യനിഷ്ഠയും ജീവിതത്തെ പോസിറ്റീവായി കാണുന്നതിന് വേണ്ടി ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്നതിന് വേണ്ടി നല്ല നിലയിൽ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അച്ചടക്കത്തോടെ ആത്മവിശ്വാസത്തോടെ അഭിമാനബോധത്തോടെ അടിവെച്ച് മുന്നോട്ട് മാർച്ച് ചെയ്തു വരുന്ന കുട്ടികളെ നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു. തുടർന്ന് ഡീൻ കുര്യാക്കോസ് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കിയ ഓപ്പൺ എയർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ വാർഷികവും നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഫിറോസ് CM, ഹെഡ്മിസ്ട്രസ് മായ വസുന്ധരാദേവി, PTA പ്രസിഡന്റ് ഷോജി മാത്യു, റിയാസ് S, അഷ്റഫ് PH, റഷീദ് PP തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ 2024-25 വർഷത്തെ വാർഷിക സെമിനാർ നടന്നു. കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതം തന്നെ മുന്നിൽ കണ്ടാണ് ഈ വർഷത്തെയും പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. വികസന സെമിനാറിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് നിർവഹിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് 2024-25 വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചത്. ഗ്രാമസഭകൾക്കും ഗ്രൂപ്പ് ചർച്ചകൾക്കും ശേഷമാണ് വികസന സെമിനാർ നടത്തിയത്. ബജറ്റ് അവതരണത്തിന് മുമ്പായി 2024-25 വർഷത്തെ കരട് പദ്ധതി രേഖ അംഗീകരിക്കുന്നതിനും കൂട്ടിച്ചേർക്കലുകൾക്കുമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവിത ബിനു കരട് രേഖ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കൂടുതലായിട്ടും വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് തീർച്ചയായിട്ടും വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സാധ്യമല്ല. എങ്കിലും ഗ്രാമപഞ്ചായത്തുമായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പദ്ധതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വർഷങ്ങളിൽ തുടർന്ന് പോകുന്നതായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോസ് കറിയ കണ്ണമുണ്ട, വിവിധ ചെയർപേഴ്സൺമാരായ VP ജോൺ, ജലജ വിനോദ്, ലാലച്ചൻ വെള്ളക്കട, അസിസ്റ്റന്റ് BDO സജി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. KPSH സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് വാഗമണ്ണിൽ സംഘടിപ്പിച്ചു. പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ബെർക്കുമാൻസ് കുന്നുംപുറം പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാഗമൺ ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരള പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പാണ് വാഗമണ്ണിൽ വെച്ച് നടന്നത്.
2 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുമുള്ള സംഘടനയുടെ ഭാരവാഹികൾ പങ്കെടുത്തു. പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ബിർക്കുമാൻസ് കുന്നുംപുറം പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രഥമാധ്യാപകർ ഇന്ന് നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ആ ഓഫീസിൽ ചെല്ലുന്ന സമയങ്ങളിൽ അനേകം നിയമനങ്ങൾ പാസ്സാക്കി കിട്ടാനുണ്ട്. പല വിധത്തിൽ പലരെ സമീപിക്കുന്നുണ്ട്, സമരങ്ങൾ നടത്തുന്നുണ്ട്. സമരമുഖത്ത് ഞാനും പോകുന്നുണ്ട്. പലയിടങ്ങളിലും ധർണ നടത്തിയിട്ടുണ്ട്, റാലികൾ നടത്തിയിട്ടുണ്ട്, എല്ലാത്തിനും ഞാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ലക്ഷ്യത്തിലാണ്. നമ്മുടെ സമൂഹം, അധ്യാപക സമൂഹം പ്രത്യേകം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് അവരുടെ കൂട്ടത്തിൽ താങ്ങായിട്ട് തണലായിട്ട് ഒരു കോർപ്പറേറ്റ് സെക്രട്ടറി ഉണ്ടായിരിക്കണം എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് ഈ സമരങ്ങളെല്ലാം നടത്തുന്നത് കൊണ്ട് നേട്ടങ്ങളുണ്ട്, കിട്ടാതിരിക്കുന്നില്ല. സംസ്ഥാന പ്രസിഡന്റ് ജോൺ വർഗീസ് അധ്യക്ഷനായിരുന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി. ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ് പ്രഥമാധ്യാപകരെന്നും അവർക്ക് സമൂഹത്തോടുള്ള കടപ്പാട് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിലും വരും കാലങ്ങളിലും പ്രഥമാധ്യാപകർ എങ്ങനെയാകണമെന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പാലാ സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ അലക്സ് ജോർജ് ക്ലാസ് നയിച്ചു. KPSHA സംസ്ഥാന ജനറൽ സെക്രട്ടറി റിജിമോൻ VM, സംഘടനാ അക്കാദമിക് കൗൺസിൽ ചെയർമാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ, സംസ്ഥാന ട്രഷറർ ഉസ്മാൻ KK എന്നിവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ഇല്ലത്തുപടി ഹരിതീർത്ഥപുരം സ്റ്റേഡിയംപടി റോഡിൽ കോൺക്രീറ്റ് ഇടിഞ്ഞു താഴ്ന്ന് അപകട ഭീഷണി ഉയരാൻ തുടങ്ങിയിട്ട് 1 വർഷം പിന്നിടുന്നു. മണ്ണ് ഒലിച്ചു പോയതോടെ കോൺക്രീറ്റ് ഇടിഞ്ഞു താഴ്ന്നതാണ് അപകട ഭീഷണി ഉയരാൻ കാരണം. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലൂടെ കടന്നുപോകുന്ന പാതയാണ് ഇല്ലത്തുപടി ഹരിതീർത്ഥപുരം സ്റ്റേഡിയംപടി റോഡ്. എല്ലാ മഴക്കാലത്തും വെള്ളം ഉയരുന്ന മേഖലയായ ഇവിടെ കോൺക്രീറ്റ് റോഡുകളാണ് അനുയോജ്യം. ഇതേ തുടർന്ന് 2021 പാത പൂർണ്ണമായി കോൺക്രീറ്റ് ചെയ്തത്. എന്നാൽ ഹരിതീർത്ഥപുരം ക്ഷേത്രത്തിന് സമീപം കോൺക്രീറ്റ് ചെയ്ത 1 വർഷത്തിനിടെ റോഡ് ഇടിഞ്ഞു താഴ്ന്നു. പിന്നീട് അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും വീണ്ടും റോഡ് ഇടിഞ്ഞു. റോഡിന് സമീപത്തായി കൈത്തോടുള്ളതും മഴക്കാലത്ത് മറ്റു റോഡിൽ നിന്ന് വെള്ളം ഒഴുകി കോൺക്രീറ്റിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതുമാണ് റോഡ് ഇടിയാൻ പ്രധാന കാരണം. അപകട ഭീഷണി ഉയർന്നതോടെ സ്കൂൾ കുട്ടികളടക്കം ആശങ്കയോടെയാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഒപ്പം വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാനും സാധിക്കില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ റോഡ് ആദ്യമൊന്ന് കോൺക്രീറ്റ് നിർമ്മാണ പ്രവർത്തനത്തിന് ശേഷം ഒന്ന് ഇടിഞ്ഞുപോയി. ഇവിടുത്തെ നാട്ടുകാർ അത് ചെയ്തു, നാട്ടുകാരുടെ സഹകരണത്തോടെ അത് നന്നാക്കിയെങ്കിലും വീണ്ടും അത് ഇടിഞ്ഞുപോയി വളരെ അപകടമായ അവസ്ഥയിലാണ് ഇന്നുള്ളത്. ഈ റോഡ് കുഴിഞ്ഞു പോയതിനാൽ ഒരുവിധ വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്നില്ല. അതിനാൽ എത്രയും വേഗം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ റോഡ് ഗതാഗതയോഗ്യമാക്കി ഈ നാട്ടിലെ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും വഴി നടക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. നിരവധിയായ കുടുംബങ്ങളാണ് മേഖലയിൽ അധിവസിക്കുന്നത്. ഇവർക്ക് പ്രധാന റോഡുമായി ബന്ധപ്പെടാൻ ആകെയുള്ള ആശ്രയവും ഈ പാത മാത്രമാണ്. അടിയന്തരമായി പഞ്ചായത്ത് ഇടപെട്ട റോഡിൽ അറ്റകുറ്റപ്പണി നടത്തി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അതേസമയം അടുത്ത സാമ്പത്തിക വർഷത്തിൽ വിഷയത്തിന് പ്രാധാന്യം നൽകി ഫണ്ട് കണ്ടെത്തി റോഡിന്റെ അപകട ഭീഷണി ഒഴിവാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം വ്യക്തമാക്കി. സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പിൽ 2 വർഷം നീണ്ട പരിശീലനം പൂർത്തിയാക്കിയ 82 പേർ ഞായറാഴ്ച അരങ്ങിലെത്തും. ഇവരിൽ 4 വയസ്സുകാരി ജാൻവി വിനോദ് മുതൽ 70കാരൻ D ഫ്രാൻസിസ് വരെ കലാരംഗത്ത് ഹരിശ്രീ കുറിക്കും. കട്ടപ്പന ടൗൺ ഹാളിൽ ഉച്ചയ്ക്ക് 2:30 കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. ചെണ്ടമേളം അഭ്യസിച്ച 35 പേരും കർണാടക സംഗീതം പരിശീലിച്ച 40 പേരും കഥകളി പരിശീലനം പൂർത്തിയാക്കിയ 7 പേരും അരങ്ങേറ്റം കുറിക്കും. ഇടുക്കി ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കലാപരമായിട്ട് വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന ജില്ലയാണ്. നമ്മുടെ ഈ ജില്ലയ്ക്ക് വളരെ ഒരു അനുഗ്രഹമാണ് സാംസ്കാരിക വകുപ്പിൻ്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് എന്നൊരു സൗജന്യ കലാപഠന പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ 2 വർഷം പൂർത്തീകരിക്കുന്ന ഈ സമയത്ത് കഥകളി, ചെണ്ടമേളം, അതുപോലെ തന്നെ കർണാടക സംഗീതം ഇവിടെ അരങ്ങേറ്റമാണ് ഇവിടെ നടക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ആ ഒരവസരത്തിൽ ഇവിടെ വന്നു. തുടക്കത്തിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ തുടക്കം മുതൽ ഈ നിമിഷം വരെ വളരെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു 7ഓളം കുട്ടികൾ അവരെ അരങ്ങത്തേക്ക് കയറ്റുന്നതിൻ്റെ ഒരു വലിയൊരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. കഥകളിയിൽ കൊല്ലം സ്വദേശി കലാമണ്ഡലം ശരത്തും, കർണാടക സംഗീതത്തിൽ പാലാക്കടവ് സ്വദേശി കലാമണ്ഡലം ഹരിതയും, ചെണ്ടമേളത്തിൽ കട്ടപ്പന സ്വദേശി ഡോക്ടർ ബോബിൻ K രാജുവും, ചിത്രരചനയിൽ നെടുങ്കണ്ടം സ്വദേശി TR സൂര്യദാസുമാണ് അധ്യാപകർ. കലകൾ പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് കലാപരിശീലനം ഒരുക്കിയൊരു മഹത്തായൊരു പദ്ധതിയാണ് നമ്മളിപ്പം ഒരു സമാപനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങൾ കഥകളി വിദ്യാർത്ഥികളാണ്. ശരിക്കും ഒരു 10-12 കൊല്ലം മേലെ
പരിശീലനം വേണ്ടുന്ന ഒരു കലയായിട്ട് കൂടി ഒരു ഷോർട്ട് ടൈം എന്ന രീതിയിൽ 2 വർഷം കൊണ്ട് അരങ്ങത്ത് കയറാം എന്നൊരു ഉറപ്പിൽ ഞങ്ങൾക്കൊരു മഹത്തായ ഗുരുവിനെ കിട്ടിയതും വലിയൊരു കാര്യം തന്നെയാണ്. ശനി, ഞായർ ദിവസങ്ങളിലും അവധി ദിനങ്ങളിലുമായാണ് പരിശീലനം. കട്ടപ്പന സുവർണഗിരി സ്വദേശിനിയായ 4 വയസ്സുകാരി ജാൻവി വിനോദ് മുതൽ കരുണാപുരം സ്വദേശിയായ 70-കാരൻ ഡി ഫ്രാൻസിസ് വരെ 40 പേരാണ് കർണാടക സംഗീതത്തിൽ അരങ്ങേറുന്നത്. ചെണ്ടമേളത്തിൽ 4 വനിതകൾ ഉൾപ്പെടെ 35 പേർ പരിശീലനം പൂർത്തിയാക്കി. ഇവരിൽ ആദിവാസി കുടികളിൽ നിന്നുള്ള കുട്ടികളുമുണ്ട്. വണ്ടർമേട് ഗ്രാമപഞ്ചായത്ത് ICDSന്റെ നേതൃത്വത്തിൽ സർഗോത്സവം 2024 എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള കലോത്സവം സംഘടിപ്പിച്ചു. പുറ്റടി SNDP ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ നിർവഹിച്ചു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ICDSന്റെ 2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷി വിഭാഗം കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചത്. നവകേരളം ഭിന്നശേഷി സൗഹൃദമായി മുൻപോട്ടു പോകുമ്പോൾ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സംരക്ഷണവും കരുതലും സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കലോത്സവം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷിക്കാരുടെ ഒരു കലാപരിപാടി, ഒരു കലോത്സവം നടത്തുന്നതിന് വേണ്ടി നമ്മൾ 75,000 രൂപ വകകൊള്ളിക്കുകയും അതിൻ്റെ ഭാഗമായി 2023-24 സാമ്പത്തിക വർഷത്തിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ വർഷം തന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു കലോത്സവം നടത്തുവാൻ നമുക്ക് സാധിച്ചു. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അംഗവൈകല്യമുള്ള കുട്ടികൾ, നമുക്ക് ഭൂമിയിലേക്ക് ഈശ്വരൻ സൃഷ്ടിക്കുമ്പോൾ പല കഴിവുകളോടും കൂടി നമുക്ക് ഭൂമിയിലേക്ക് പുരുഷനെയും സ്ത്രീകളെയൊക്കെ സൃഷ്ടിക്കുന്നു. സമൂഹത്തിൽ അവർ വളർന്നു വരുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും കായികപരമായിട്ടും കലാപരമായിട്ടും രാഷ്ട്രീയക്കാരനുമായിട്ടും പൊതുപ്രവർത്തനമായിട്ടും ഒക്കെ പല മേഖലകളിൽ ആ ജന്മം ഒരു ജീവൻ നമ്മൾ നയിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈശ്വരൻ്റെ ഒരു സൃഷ്ടി തന്നെയാണ് നമ്മുടെ ഈ അംഗവൈകല്യമുള്ള നമ്മുടെ കുട്ടികൾ. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സന്തോഷം പകർന്നു നൽകുക, അല്ല അവരുടെ ജീവിതത്തിൻ്റെ ആ ദൈനംദിന ദിനങ്ങളിൽ അവരെ കാത്ത് സംരക്ഷിക്കുന്ന, അവർ പാലിക്കുന്ന ആ മാതാപിതാക്കന്മാർ, ആ സഹോദരന്മാർ, അവരോടൊപ്പം ഒരു ദിവസം നമ്മളും പങ്കാളികളാകുക എന്നുള്ളതാണ്. ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെൽവി ശേഖർ അധ്യക്ഷയായിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റിജി ജോണി, ജോസ് മാടപ്പള്ളി, രാജ മാട്ടുക്കാരൻ, GP രാജൻ, സന്ധ്യ രാജ, ഷൈനി റോയി, രാജി സന്തോഷ്, അനുമോൾ ബിനോയി, സൂസൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകൻ സാബു കുറ്റിപ്പാല, ICDS സൂപ്പർവൈസർ സ്നേഹ സേവ്യർ എന്നിവരെ ആദരിച്ചു. മത്സരങ്ങളിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. സംഗീതം, സിംഗിൾ ഡാൻസ്, ഫാൻസി ഡ്രസ്, പുഞ്ചിരി മത്സരം, ബോൾ പാസ്, കസേരകളി, കളറിംഗ് മത്സരം തുടങ്ങിയവയാണ് സംഘടിപ്പിച്ചത്. എന്നെ താങ്ങി നടത്തിയിടുന്നതാ എൻ ജീവിത ഭാരങ്ങളാ കേളമോ ഈ പൂവിൽ. മരത്തും മേലത്തും പോവണമേ നീ നാടിൻ്റെ വെട്ടം കാളിയണമേ. മരത്തും മേലത്തും പോവണമേ നീ നാടിൻ്റെ വെട്ടം കാളിയണമേ. പാലക്കൂടത്തിൽ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാ നീ തിരുക്കം നീ നണി
കലാപരിപാടികൾക്ക് ശേഷം കുട്ടികൾക്കുള്ള സമ്മാന ദാനവും നടന്നു. കുട്ടിക്കാനം മാർ ബെസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മാർഗനിർദ്ദേശ സെമിനാറും പ്രോജക്റ്റ് എക്സിബിഷനും നടന്നു. തുമ്പമൺ കീഴുകുഴി സെന്റ് ജോൺസ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ടാണ് MBC എഞ്ചിനീയറിംഗ് കോളേജ് സെമിനാർ സംഘടിപ്പിച്ചത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കോളേജ് ഡയറക്ടർ പ്രിൻസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ കാണിച്ചു തരും, ഭംഗിയായ രീതിയിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അതിന് നിങ്ങൾ സഹകരിച്ച് നല്ല ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഈ ക്യാമ്പസൊക്കെ കണ്ട്, മനോഹരമായ ക്യാമ്പസ് കണ്ട് തൃപ്തി അടയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഉചിതമായ കോഴ്സുകൾ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഏലിയാസ് ജോൺസൺ അധ്യക്ഷനായിരുന്നു. പ്ലേസ്മെന്റ് ഓഫീസർ നികിത് കെ സക്രിയ, അഡ്മിഷൻ ഓഫീസർ കോശി, ലെനു പീറ്റർ, രാജു TM, വിദ്യാർത്ഥി പ്രതിനിധികളായ ഡാൻ കുരുവിള, ദിയ ആൻ, അനില എന്നിവർ വിവിധ സെക്ഷനുകൾ നയിച്ചു. സെന്റ് ജോൺ സ്കൂൾ അധ്യാപകരായ രാജീവ് PR, ഡാർലി ചെറിയാൻ, ജയലത R, പ്രീത PK, KB തങ്കച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തത്. MBC എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഇലക്ട്രിക് വെഹിക്കിൾ, 4 സ്കൂട്ടർ, ഓബ്സ്റ്റേകൾ, അവോയ്ഡിംഗ് റോബോട്ട്, ഫുഡ് ഡെലിവറി ഡ്രോൺ, മിനി ഫ്രിഡ്ജ്, സ്മാർട്ട് അക്വേറിയം എന്നിവ സ്കൂൾ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ ആകർഷിച്ചു. സെന്റ് ജോൺ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സൂസൻ ജോർജ് നേതൃത്വം നൽകി. കാഞ്ചാറിൽ അപകട JPM കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റും IQICയും മുരിക്കാട്ടുകുടി ട്രൈബൽ സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമും സംയുക്തമായി കമ്പ്യൂട്ടർ പരിജ്ഞാനം ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്കും മുതിർന്ന പൗരന്മാർക്കുമായി 30 മണിക്കൂർ നീണ്ടുനിന്ന കമ്പ്യൂട്ടർ പരിശീലനം സംഘടിപ്പിച്ചു. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കോളേജ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. കോളേജ് മാനേജർ ഫാദർ എബ്രഹാം പാനിക്കുളങ്ങര, പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ V, വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് ചക്കാലയിൽ, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി സോബിൻ മാത്യു, മുരിക്കാട്ടുകുടി ട്രൈബൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുനു VR, സ്റ്റാഫ് കോർഡിനേറ്റർ സോണിയ ജെയിംസ് എന്നിവർ സംസാരിച്ചു. കുട്ടിക്കാനം മരിയൻ കോളേജിൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചു. കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജിമോൻ ജോർജ് അധ്യക്ഷനായിരുന്നു. ബിസിനസ്സിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ പ്രകൃതിക്ക് ദോഷം വരാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന വിഷയത്തിലാണ് അന്താരാഷ്ട്ര സെമിനാർ നടത്തിയത്. കുട്ടിക്കാനം മരിയൻ കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സെമിനാർ. അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യവും ക്ലാസുകളും സെമിനാറിന് മികവേകി. കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും സെമിനാറിൽ പങ്കെടുത്തു. ഇതിൽ മികച്ച പ്രബന്ധത്തിന് സെമിനാറിൽ വെച്ച് അവാർഡും നൽകി. ഇന്ത്യ സസ്റ്റൈനബിലിറ്റി BDO ഇൻട്രാഗുവ മുഖ്യപ്രഭാഷണം നടത്തി. കൊമേഴ്സ് വിഭാഗം HOD പ്രൊഫസർ ഡോക്ടർ KV തോമസ്, ലിനു മെർലിൻ മാത്യു, എമിൽഡ K ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികൾ, മറ്റു കോർഡിനേറ്റർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര പൂജകൾ നടന്നു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 16-നാണ് സപ്താഹയജ്ഞം ആരംഭിച്ചത്. ഭാഗവത രത്നം കണ്ണൻ വനവാതുക്കരയുടെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. ഹൈറേഞ്ചിലെ പ്രമുഖ വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രമായ മാട്ടുക്കട്ട ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭക്തി ആദരപൂർവ്വമാണ് ഭാഗവത സപ്താഹയജ്ഞം നടന്നുവരുന്നത്. ജനുവരി 16-ന് തുടങ്ങിയ സപ്താഹം 23-ന് സമാപിക്കും. സപ്താഹത്തിലെ പ്രധാന ദിവസമാണ് രുക്മിണി സ്വയംവര ദിനം. പെൺകുട്ടികൾ രാധിയായും തോഴിമാരായും ഘോഷയാത്രയായി എത്തി പൂജകൾക്ക് ശേഷം കൃഷ്ണന് മാലയണിയിക്കുന്നതാണ് ചടങ്ങ്. രാമപാദം ചേരണേ മുകുന്ദരാമപാഹിമാം. ഭഗവാന്റെ പാദത്തിലേക്ക് ചേർന്ന് നിൽക്കാനുള്ളതായ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഭഗവാനെ പ്രദാനം ചെയ്യണമേ എന്ന് രുക്മിണി ദേവി കൃഷ്ണകൃഷ്ണേതി നാമം ജപിച്ചോ വൈദർഭിയും. 23-ാം തീയതി നടക്കുന്ന പ്രതിഷ്ഠാദിന പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കാഞ്ഞങ്ങാട് ഇടമനയില്ലത്ത് ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയും ക്ഷേത്രം മേൽശാന്തി അനിൽ തിരുമേനിയും മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഓരോ ദിവസവും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്.
രുക്മിണി സ്വയംവര ചടങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഭക്തജന സാന്നിധ്യം അനുഭവപ്പെടുക. 23-ന് നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പാലാ സൂപ്പർ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയോടെ ഈ വർഷത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ക്ഷേത്രം പ്രസിഡന്റ് PN വിനോദ്, സെക്രട്ടറി അഭിലാഷ് ബാബു, ട്രഷറർ CN രാജേഷ്, ജനറൽ കൺവീനർ സജിൻ കരുനാട്ട, ബാബു കരിയാപറമ്പിൽ, N സന്തോഷ്, KS കണ്ണൻ എന്നിവർ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. അയ്യപ്പൻകോവിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികൾക്കാണ് കൊടിയേറിയിരിക്കുന്നത്. ക്ഷേത്രം തന്ത്രി സുരേഷ് ശ്രീധരൻ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഹൈറേഞ്ചിന്റെ പഴനി എന്നറിയപ്പെടുന്ന അയ്യപ്പൻകോവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിനും ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികത്തിനുമാണ് കൊടിയേറിയത്. അയ്യപ്പൻകോവിലിൽ ഭക്തർക്ക് ആശ്രയമായി നിലകൊള്ളുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഭക്തജനങ്ങളുടെ ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നപ്പോൾ കൊടിമരച്ചുവട്ടിൽ പൂജ ആരംഭിച്ചു. തുടർന്ന് ക്ഷേത്രം തന്ത്രി സുരേഷ് ശ്രീധരൻ തന്ത്രി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തീയതി വരെയാണ് ഉത്സവം നടക്കുക. ഉത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ, ഭാഗവത പാരായണം, കലശപൂജ, ഉത്സവ പൂജ, ഹിഡുമ്പൻ പൂജ, പള്ളിവേട്ട, ആറാട്ട്, കൊടിമരച്ചുവട്ടിൽ പറയെടുപ്പ്, അന്നദാനം എന്നിവയും നടക്കും. 24-ന് 8 മണിക്ക് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേളയും അരങ്ങേറും. 26-ാം തീയതി 5-ന് കിഴക്കേ മാട്ടുകെട്ട മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും മഹാഘോഷയാത്രയും നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി ദിബിൻ ശാന്തികളുടെയും ക്ഷേത്രം ശാന്തി അശ്വിൻ ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്. ആധുനിക വിദ്യാഭ്യാസത്തിന് മുതൽക്കൂട്ടായി മാറിയ പഴ്സ്യൂ അക്കാദമി കാഞ്ചിയാർ ലബ്ബക്കടയിലും പ്രവർത്തനം തുടങ്ങി. വിദേശ പഠനം ഉൾപ്പെടെ വിവിധ കോഴ്സുകളുള്ള അക്കാദമിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഭാഷാ പരിജ്ഞാന നിലവാരമുയർത്താൻ ആധുനിക വിദ്യാഭ്യാസ രീതിയിലാണ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 1 മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ, ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പഠന സംവിധാനങ്ങൾ, IELTS, UKVI, PTE, ജർമ്മൻ കോഴ്സുകൾ തുടങ്ങിയവയാണ് പഴ്സ്യൂ അക്കാദമി ഓഫർ ചെയ്യുന്നത്. വിദഗ്ധരായ അധ്യാപകരാണ് അക്കാദമിയുടെ മറ്റൊരു പ്രത്യേകത. സ്പോക്കൺ ഇംഗ്ലീഷ്, PSC കോച്ചിങ്ങിനും വിദഗ്ധർ ക്ലാസ് നയിക്കുന്നു. നമ്മുടെ ലബ്ബക്കടയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന പഴ്സ്യൂ അക്കാദമി കുട്ടികൾക്ക് IELTS, സ്പോക്കൺ ഇംഗ്ലീഷ്, PSC കോച്ചിങ്, അതുപോലെ തന്നെ നീറ്റ് കോച്ചിങ്, CET കോച്ചിങ് ഒക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ട്യൂഷൻ ആവശ്യമുള്ള കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എല്ലാ സിലബസുകളിലെയും കുട്ടികൾക്ക് നമ്മളിവിടെ ട്യൂഷനും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റഡി ടൈമായിട്ട് ഒരു സ്റ്റഡി പ്ലേസ് ആയിട്ട് നമ്മുടെ അക്കാദമി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണം പഠിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കാവുന്നതാണ്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് കോച്ചിങ് ഉൾപ്പെടെ ഇവർ പ്രദാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ അക്കാദമിയിൽ കോച്ചിങ്ങുകളോടൊപ്പം തന്നെ നമ്മൾ കോളേജുകളിൽ പിള്ളേർക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. +2 കഴിയുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഡിഗ്രി കഴിയുന്ന കുട്ടികൾക്കും നമ്മൾ കേരളത്തിനകത്തും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് മംഗലാപുരം, കർണാടക, ബാംഗ്ലൂർ, തമിഴ്നാട്, ആന്ധ്ര, പഞ്ചാബ്, ഡെറാഡൂൺ എന്നീ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ അഡ്മിഷനും എടുത്തു കൊടുക്കുന്നുണ്ട്. MBBS മുതൽ ഡിഗ്രി കോഴ്സുകൾ, മാനേജ്മെൻറ്റ് കോഴ്സുകൾ, എഞ്ചിനീയറിങ്, ഏത് കോഴ്സുകളാണേലും നമ്മൾ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് വെളിയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സ്റ്റഡി അബ്രോഡ് എവിടെയാണേലും ഏത് രാജ്യത്തേക്കാണേലും നമ്മൾ അവർക്ക് സീറ്റ് അവൈലബിലിറ്റി, യൂണിവേഴ്സിറ്റി അവൈലബിലിറ്റി എല്ലാം തയ്യാറാക്കി കൊടുക്കുന്നതാണ്. ആധുനിക രീതിയിലുള്ള ക്ലാസ് റൂമുകളിലെ പഠനവും അക്കാദമി ഉറപ്പാക്കുന്നു. ഹൈറേഞ്ചിലെ യുവതലമുറയ്ക്ക് ഭാവി സുരക്ഷിതമാക്കാനാകുന്ന വിദ്യാഭ്യാസത്തിനനുസൃതമായ സിലബസ് തയ്യാറാക്കിയിരിക്കുകയാണ്. പഴ്സ്യൂ അക്കാദമിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാനം നല്ല നിലയിൽ ചുവടുറപ്പിക്കുന്നതിന് കുട്ടികൾക്ക് കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ പഠന സാധ്യതകൾ കാണിച്ചു കൊടുക്കാൻ ഇത്തരത്തിലുള്ള അക്കാദമികളും സെൻറ്ററുകളും വലിയ തോതിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള തയ്യാറെടുപ്പിൽ ഏറ്റവും കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പഠന രീതിയാണ്. ആ പഠന രീതിയെ ബോധ്യപ്പെടുത്താൻ കഴിയത്തക്ക വിധത്തിൽ അവരെ പാകപ്പെടുത്തുക, കുട്ടികളുടെ കഴിവുകളെയും പ്രവർത്തന മേഖലയെയും പാകപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല അക്കാഡമിക് മെറിറ്റ് രൂപപ്പെടുത്താൻ ഇത്തരത്തിലുള്ള
സെൻ്ററുകൾക്ക് സാധിക്കും. അനുഭവത്തിൻ്റെയും പരിചയസമ്പന്നരുടെയും എല്ലാം നേതൃത്വത്തിലാണ് ഇതിവിടെ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ചോളി, ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ, തങ്കമണി സുരേന്ദ്രൻ, ഫാദർ ജിൻസ് കുര്യൻ, ജിൽസ് മാത്യു, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കഴിഞ്ഞ 10 വർഷത്തോളമായി മുടങ്ങാതെ പാടത്ത് വിത്തിറക്കുന്ന കർഷകയാണ് അടിമാലി സ്വദേശിനി ലാലി എൽദോസ്. 2.5 ഏക്കറോളം പാടത്താണ് ലാലി ഇത്തവണ നെൽകൃഷി ഇറക്കിയത്. പരാധീനതകൾ പലതുണ്ടെന്നും കൃഷി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൃഷി വകുപ്പിന്റെ അടക്കം ഫലവത്തായ ഇടപെടൽ വേണമെന്നും ലാലി പറയുന്നു. കഴിഞ്ഞ 10 വർഷത്തോളമായി നെൽകൃഷി ചെയ്തു പോരുന്ന കർഷകയാണ് അടിമാലി മില്ലുംപടി സ്വദേശിനി വെള്ളാങ്കണ്ടത്തിൽ ലാലി എൽദോസ്. 2.5 ഏക്കറോളം പാടത്താണ് ഇത്തവണ വിത്തിറക്കിയത്. പൊന്മണി H4 ഇനങ്ങളാണ് കൃഷി ഇറക്കിയത്. നെൽക്കതിർ മൂപ്പെത്തിയതോടെ ഇന്ന് പാടത്ത് കൊയ്ത്തുത്സവം നടന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസി മാത്യു കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷിയും കൊയ്ത്തുമൊക്കെ നടക്കുമ്പോഴും ഓരോ വർഷവും ഇങ്ങനെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിസന്ധികൾ നിരവധിയുണ്ടെന്ന് ലാലി പറയുന്നു. നെൽകൃഷി ഒരിക്കലും ലാഭകരമല്ല. പിന്നെ ചേച്ചി എന്തിനാണ് ഇത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് പശുക്കളുണ്ട്, കുറച്ച് കച്ചി കിട്ടും, അതല്ലാതെ വേറെ യാതൊരു ലാഭവും ഇല്ല. ഈ കൃഷിയൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ തൊഴിലുറപ്പിപ്പെടുത്തിയെങ്കിലും 10 പണി കിട്ടിയാൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകുള്ളൂ. അല്ലാതെ ഒരു രീതിയിൽ ഈ കൃഷി മുമ്പോട്ട് പോകില്ല. പണിയാൻ ആളെ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. കൃഷിഭവനിൽ ട്രാക്ടറുണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യം വന്ന് കുറച്ച് പൊടി ഒഴുകാൻ കൃഷിഭവനിൽ വണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ പാടത്തേക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടിയോ ഇതൊന്നുമില്ല. ഇതെല്ലാം ഇനി കാട് കയറി പോവുള്ളൂ. ഞങ്ങൾ കൃഷി നിർത്തിയാൽ പിന്നെ ഒരു മനുഷ്യനും ഇത് കൃഷി ചെയ്യില്ല. പോയ വർഷം വരെ പാടത്ത് 2 കൃഷി ഇറക്കിയിരുന്നു. ഇത്തവണയത് 1 ചുരുക്കി. കാലാവസ്ഥയിലെ മാറ്റവും ചിലവും കൃഷി ചുരുക്കാൻ കാരണമായി. കൃഷിയും പരിപാലനവും വിളവെടുപ്പുമൊക്കെയായി ചിലവ് വളരെ കൂടുതലാണ്. പാടത്ത് പണിക്കാളെ കിട്ടാനില്ലെന്നും പരാതിയുണ്ട്. കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്നും മതിയാം വിധമുള്ള പിന്തുണയില്ലെന്ന പരാതി ലാലിക്കുണ്ട്. പൊന്ത പിടിച്ചു കിടന്നിരുന്ന പാടമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഉഴുതുമറിച്ച് കൃഷിയോഗ്യമാക്കിയെടുത്തത്. കൃഷി ഉപേക്ഷിച്ചാൽ പാടം വീണ്ടും പഴയപടിയാവും. ഹൈറേഞ്ചിൽ നിന്നും പടിയിറങ്ങുന്ന നെൽകൃഷിക്കും അവശേഷിക്കുന്ന നെൽകർഷകർക്കും വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം ഉണ്ടാകണമെന്നാണ് ലാലിയുടെ പക്ഷം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്കാലേല വിവരം. ആകലോട്ട് 182, വിൽപ്പനയ്ക്ക് വന്നത് 49,169, വിൽപ്പന നടന്നത് 48,454, കൂടിയ വില 2,494, ശരാശരി വില 1,685. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,450, കാപ്പിപ്പരിപ്പ് 240, ഗ്രാമ്പു 1000, കൊക്കോ 55, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,780 രൂപ, വെള്ളി 75. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മാത്യു കുഴൽനാടൻ MLA വിജിലൻസിന് മുന്നിൽ മൊഴി നൽകി.
ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ. മാത്യുവിന്റെ ഭൂമിയിൽ നിലവിലുള്ള സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ റവന്യൂ വകുപ്പിന് വിജിലൻസ് ശുപാർശ നൽകും. കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ആശുപത്രിയിലാക്കിയ വയോധിക മരിച്ചു. ആരുടെയും കനിവിന് കാത്തുനിൽക്കാതെ മരണത്തിന് കീഴടങ്ങിയത് അട്ടപ്പള്ളം സ്വദേശി അന്നക്കുട്ടി മാത്യു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അന്നക്കുട്ടി. കട്ടപ്പനയിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും വെങ്കല പ്രതിമകൾ ഉൾക്കൊള്ളുന്ന സ്മൃതി മണ്ഡപ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം വിട്ടുനിന്നതായി ആക്ഷേപം. പരിപാടി ബഹിഷ്കരിച്ചത് മഹാന്മാരോടുള്ള അനാദരവാണെന്നും നേതാക്കൾ. പെരുമഴയിൽ തകർന്ന നടപ്പാലത്തിന് മുകളിലൂടെ സാഹസിക യാത്ര നടത്തിയ ഒരു പറ്റം വിദ്യാർത്ഥികൾ. ദുരിതയാത്ര നടത്തുന്നത് രാജകുമാരി കുളപ്പാറച്ചാൽ തേവർകാട്ടുപടി ഭാഗത്തുള്ള വിദ്യാർത്ഥികൾ. പന്നിയാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലം ഒലിച്ചുപോയത് കഴിഞ്ഞ നവംബറിലെ മലവെള്ളപ്പാച്ചിലിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.